ബഹ്റൈനിലെ ഏറ്റവും വലിയ ഉപഭോക്തൃമേളയായ ഓട്ടം ഫെയറിന് നാളെ തുടക്കമാകും. ഡിസംബർ 29 വരെ നീളുന്ന ഫെയർ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിലെ 5-6 ഹാളുകളിലാണ് നടക്കുന്നത്. മേളയിൽ പ്രവേശനം സൗജന്യമാണ്. 18 രാഷ്ട്രങ്ങളിൽ നിന്നായി 680 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചൈന, തായ്ലാന്റ്, മൊറോക്കോ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്നായി 3 പുതിയ സ്റ്റാളുകളും ഇത്തവണയുണ്ടാകും. ബഹ്റൈനിലെ ഏറ്റവും വലുതും ജനപ്രിയവുമായ ഇൻഡോർ ഉപഭോക്തൃ ഉൽപ്പന്ന പ്രദർശനമാണ് 9 ദിവസം നീളുന്ന ഓട്ടം ഫെയർ. 18,000 ചതുരശ്ര മീറ്ററിലാണ് ഫെയർ ഒരുക്കിയിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഇലക്ട്രിക് സാമഗ്രികൾ, ഫർണിച്ചറുകൾ, ആഭരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ വിൽപ്പനയും പ്രദർശനവും നടക്കും. കമ്പനികൾക്കും ഉൽപാദകർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള വിപുലമായ അവസരമാണ് ഫെയറിൽ ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. സംഗമം ഇരിങ്ങാലക്കുടയുടെ 16ാം വാർഷികാഘോഷം ഡിസംബർ 22 വെള്ളിയാഴ്ച രാത്രി 6:30 മുതൽ സീഫിലെ റാമി ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചതായി ജനറൽ സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. BMCMD ഫ്രാൻസിസ് കൈതാരത്ത് മുഖ്യാതിഥിയായിരിക്കും. പ്രശസ്ത ഗായകൻ അരുൺ ഗോപൻ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് പരിപാടിയുടെ ഭാഗമായി നടക്കും. ഗായകരായ ജാനറ്റ്, ഉണ്ണികൃഷ്ണൻ, ധന്യ തുടങ്ങിയവരും മ്യൂസിക്കൽ നൈറ്റിന്റെ ഭാഗമാകും. ക്രിസ്മസ് കരോൾ, പൂജ ഡാൻസ്, മാസ്റ്റർ അശ്വജിത്ത് നടത്തുന്ന മെന്റലിസ്റ്റ് പ്രകടനം, ക്രിസ്മസ് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഫാഷൻ ഷോ തുടങ്ങി കലാപ്രകടനങ്ങൾ സൗജന്യമായി ആസ്വദിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഗമം ഇരിങ്ങാലക്കുടയ്ക്കു വേണ്ടി പ്രസിഡന്റ് ഗണേഷ് കുമാർ, സെക്രട്ടറി പ്രശാന്ത് ധർമ്മരാജ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി സജീവ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു. IYCC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പുൽക്കോട് മത്സരം സംഘടിപ്പിക്കുന്നു. വീടുകളിൽ പുൽക്കോട് ഒരുക്കിയ ശേഷം രജിസ്റ്റർ ചെയ്യുക. ജഡ്ജസ് വീടുകളിലെത്തി മാർക്കിടും. മികച്ച രീതിയിൽ പുൽക്കോടുണ്ടാക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനം നൽകും. രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 33253468 അല്ലെങ്കിൽ 33059692 അല്ലെങ്കിൽ 66988833 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബഹ്റൈൻ മലയാളി ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ വെച്ച് വിപുലമായി നടന്നു. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജീവദാത്രിയായ പവിഴദ്വീപിനോട് നന്ദിയും ഒപ്പം കുവൈറ്റ് അമീറിന്റെ നിര്യാണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. ഫോറത്തിന്റെ അംഗങ്ങളായവരുടെ കുട്ടികളിൽ നിന്ന് 10ാം തരത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അംഗങ്ങൾക്കായുള്ള ഉപഹാരം കൃഷ്ണ ആർ നായർ, ശ്രീഹരി ആർ നായർ എന്നിവർക്ക് ഡോക്ടർ PV ചെറിയാൻ നൽകി. ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ച ചടങ്ങിൽ പുതിയ ഭരണസമിതി രൂപീകരിച്ചു. നിലവിലെ പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമനും സെക്രട്ടറി ദീപ ജയചന്ദ്രനും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 14 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. കുടുംബ സൗഹൃദവേദി ബഹ്റൈന്റെ 52ാമത് ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതാവേദിയുടെ സഹകരണത്തോടെ വർണ്ണശബളമായ പരിപാടികളോടെ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആക്ടിംഗ് പ്രസിഡന്റ് അനിൽ മടപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാമൂഹിക പ്രവർത്തക കാത്തു സച്ചിദേവ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഹിദായ എടപ്പാൾ ബഹ്റൈൻ ചാപ്റ്റർ പുനഃസംഘടിപ്പിച്ചു. മനാമയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി PV മുഹമ്മദ് മൗലവി കമ്മിറ്റി പ്രഖ്യാപനം നടത്തി. ദാറുൽ ഹിദായയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയും കമ്മിറ്റി ഊന്നൽ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സനാഫ് റഹ്മാൻ എടപ്പാൾ പ്രസിഡന്റായും നൌഫൽ പടിഞ്ഞാറങ്ങാടി ജനറൽ സെക്രട്ടറിയായും ഷമീർ കൊള്ളനൂർ ട്രഷററായും തിരഞ്ഞെടുത്തു. കുഞ്ഞഹമ്മദ് ഹാജിയുടെ അധ്യക്ഷതയിൽ PV മുഹമ്മദ് മൗലവി യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. GCC കോർഡിനേറ്റർ മുനവർ മാണിശ്ശേരി വിഷയം അവതരിപ്പിച്ചു.